നാളെ ഫെബ്രുവരി 13 വെള്ളിയാഴ്ച കുംഭം 1 കുംഭമാസം മുഴുവൻ ഐശ്വര്യമുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലോട്ട് മേടിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അതിനു മുമ്പായി കുംഭസംക്രാന്തി സമയമെന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തമായിട്ടുള്ള 4:08 ആ സമയത്ത് നമ്മൾ വീട്ടിലെ നിലവിളക്കിൽ നെയ്യൊഴിച്ച് 5 തിരിയിട്ട് കൊളുത്താനായിട്ട് മറക്കരുത്. അതുമാത്രവുമല്ല, വിഷ്ണുപതി പുണ്യകാലം കൂടിയിട്ടാണ് നാളെ. വെള്ളിയാഴ്ചയും ഏകാദശി തിഥിയും ഒക്കെ ഒന്നിച്ചു വന്നിരിക്കുന്ന കുംഭം 1 നിങ്ങൾ വാങ്ങിക്കേണ്ടുന്ന വസ്തു എന്ന് പറയുന്നത് കല്ലുപ്പാണ്. മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള വസ്തുവാണ് കല്ലുപ്പ്. അതുകൊണ്ട് തന്നെ കല്ലുപ്പാണ്. മറ്റെന്ത് വസ്തു നിങ്ങൾ വാങ്ങിക്കാൻ മറന്നാലും നാളത്തെ ദിവസം കല്ലുപ്പ് വാങ്ങിക്കാൻ മറക്കരുത്. അതും നാളെ രാവിലെ 6 to 7 വരുന്ന ശുക്രഹോര സമയത്ത് കല്ലുപ്പ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നാൽ അത് വളരെ വളരെ ഐശ്വര്യം നമുക്ക് കുംഭമാസം മുഴുവൻ തരും. കല്ലുപ്പിനോടൊപ്പം തന്നെ നമുക്ക് സുഗന്ധവ്യഞ്ജനങ്ങളായ ഏലക്ക, ഗ്രാമ്പു, പച്ചക്കർപ്പൂരം ഇത് മേടിക്കാം. ഒപ്പം തന്നെ വെളുത്ത പുഷ്പങ്ങൾ, തുളസിയില, മഞ്ഞ കളറിലെ പുഷ്പങ്ങളും മേടിച്ചു കൊണ്ടുവരാവുന്നതാണ്. പാല്, പച്ചരി, മധുര പലഹാരങ്ങൾ ഇവയും നമുക്ക് കുംഭം 1 വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടുവരാം. പ്രത്യേകിച്ച് വെളുത്ത കളറിലെയും മഞ്ഞ കളറിലെയും വസ്തുക്കൾ, മഞ്ഞൾപ്പൊടിയും കുങ്കുമവും മേടിക്കുന്നതും വളരെ നല്ലതാണ്. ഇതെല്ലാം ഒന്നിച്ചു മേടിക്കാൻ പറ്റിയില്ലെങ്കിലും കല്ലുപ്പ് മാത്രമാണെങ്കിലും നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കണം. ഇനി 6 to 7 ആ ഒരു സമയത്ത് വാങ്ങിക്കാൻ സാധിച്ചില്ല എങ്കിലും നാളെ വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് മുൻപായിട്ട് ഈ വസ്തുക്കൾ മേടിക്കാൻ ശ്രമിക്കണം. അതിൽ തന്നെ നമ്മുടെ ആദ്യത്തെ വിനിയോഗം, അതായത് നാളെ നിങ്ങൾ ആദ്യം 1 രൂപയാണെങ്കിലും ചിലവാക്കുന്നത് കല്ലുപ്പിനാണെങ്കിൽ അത് വളരെ വളരെ നല്ലതാണ്. അത് മാത്രവുമല്ല, നാളത്തെ ദിവസം പണം കടം കൊടുക്കാനോ കടം മേടിക്കാനോ പോകരുത്. മെഡിക്കൽ ഷോപ്പിൽ പോയി മെഡിസിൻസ് മേടിക്കുന്നതും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. നാളത്തെ ദിവസം വളരെയധികം പവിത്രമായിട്ടുള്ള ദിവസമാണ്. എന്താഗ്രഹം സാധിക്കാനും വിഷ്ണു ഭഗവാന് മുൻപിൽ ചൊല്ലേണ്ടുന്ന 27 നാമത്തെക്കുറിച്ച് അറിയണമെങ്കിൽ താഴെ കാണുന്ന ആരോ ബട്ടണിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്.